നമ്മൾ അള്ളാഹുവിനെ പേടിക്കണം. നമ്മുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ജോലികളിൽ, തൊഴിലുകളിൽ, നമ്മുടെ വീടുകളിൽ, സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, യാത്രകളിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. കൈകാലുകൾ തന്ന റബ്ബിനെ നമ്മൾ സൂക്ഷിക്കണമേ. രണ്ട് കൈയും പൂർണ്ണമായും ഇല്ലാത്ത ഒരു മനുഷ്യനെ പരിശുദ്ധമായ മദീനയുടെ റൗളയിൽ ചെന്ന് പരിചയപ്പെട്ട ഒരു സംഭവം പ്രഗത്ഭനായൊരു പണ്ഡിതൻ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രണ്ട് കൈയുമില്ലാത്ത പാവം. ആ മനുഷ്യൻ നടക്കുമ്പോൾ ആടുന്നുണ്ട്. അയാൾ വുദു എടുത്ത് വരുന്നുണ്ട്. കൂടെ ഒരു സഹായിയുണ്ട്. അയാൾ നിസ്കരിക്കുന്നു. താഴെ വീഴുമോ എന്ന് പേടിയാകും. മുട്ടുകുത്താൻ കഴിയില്ല. രണ്ട് കൈയുമില്ലല്ലോ. രണ്ട് കൈയുമില്ലാതെ വിഷമിക്കുകയാണ്. ആ മനുഷ്യന്റെ നിസ്കാരം കണ്ടപ്പോ ഞാനിങ്ങനെ നോക്കി അയാൾ എന്നെയും നോക്കുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ആലോചിച്ചു, റബ്ബേ, രണ്ട് കൈയില്ലാത്ത ആ മനുഷ്യൻ ഒന്ന് നെറ്റിയിൽ ചൊറിയണമെങ്കിൽ എന്തു ചെയ്യും? ഒന്ന് പുറത്ത് ചൊറിയാൻ എന്തു ചെയ്യും? ഒന്ന് ചെവി പിടിക്കാനോ, മൂക്ക് അല്ലെങ്കിൽ കണ്ണ് അല്ലെങ്കിൽ തലയിലൊന്ന് ചൊറിയാൻ എന്തു ചെയ്യും? ഇങ്ങനെ ബാത്റൂമിൽ പോകും. അയാൾ അങ്ങനെ വസ്ത്രം ധരിക്കും. തണുപ്പത്ത് ഉറങ്ങുമ്പോൾ വസ്ത്രം നീങ്ങിപ്പോകുമ്പോൾ ദേഹത്തേക്ക് വസ്ത്രമൊന്ന്, ആ ഒരു ബ്ലാങ്കറ്റ് ഒന്ന് വലിച്ചിടാൻ രണ്ട് കൈയില്ലാത്ത മനുഷ്യൻ എന്തു ചെയ്യും? അതിനേക്കാളൊക്കെ അപ്പുറം ഇയാൾക്ക് ഉറക്കം വരാതിരുന്നത്, ഈ മനുഷ്യൻ നാളെ അള്ളാഹുവിനെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക? ഈ മനുഷ്യൻ റബ്ബിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുണ്ടാകും? എൻ്റെ റബ്ബെന്നെ ഇങ്ങനെ ആക്കിക്കളഞ്ഞല്ലോ എന്ന് വിചാരിക്കില്ലയോ എന്ന് ഞാൻ പേടിച്ചു നിൽക്കുമ്പോഴാണ് ആ മനുഷ്യനെ ഞാൻ രണ്ടാമത് ഞാൻ പിറ്റേന്ന് കണ്ടു. വുദു എടുക്കാൻ വേണ്ടി ചെന്നപ്പോ മദീന പള്ളിയുടെ പൈപ്പ് അദ്ദേഹം വായ കൊണ്ട് കടിച്ചു തുറക്കുന്നുണ്ട്. ഞാൻ തുറന്നു കൊടുത്തു. അദ്ദേഹം ശുക്രൻ എന്ന് പറഞ്ഞു, നന്ദി പറഞ്ഞു. അപ്പോഴേക്കും അയാളുടെ കൂട്ടുകാരൻ വന്ന് വുദു എടുത്ത് മുഖം കഴുകി കൊടുക്കുന്നുണ്ട്. കാല് കഴുകാൻ സഹായിച്ചു. അയാളും വുദു എടുത്തിട്ട് കൂട്ടുകാരനെയും പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. ഇയാളോടൊന്ന് ചോദിക്കണം, എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി വിചാരിക്കുന്നത്? ആ മനുഷ്യൻ ഖുർആൻ ഹാഫിളാണ്. അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു മുസ്ലിമായ പാവപ്പെട്ട മെലിഞ്ഞ ഒരു പ്രായമുള്ള ആള്. അദ്ദേഹം ഏതാനും ആയത്തുകളാണ് എനിക്ക് ഓതി തന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയാൾ ഓതി തന്നു. ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. പിന്നെ എൻ്റെ രണ്ട് കൈയുമില്ലാത്തത് അള്ളാഹു തന്നതല്ലേ, അവനല്ലേ നൽകുന്നത്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ആർക്ക് ഇടപെടാൻ കഴിയും? അയാൾ ഒരായത്തിലാണ്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു കണക്കാക്കിയതല്ലേ നടക്കൂ. പടച്ചവൻ കണക്കാക്കിയതല്ലാതെ എന്തും ലോകത്ത് നടക്കുന്നുണ്ടോ? പിന്നെ പറഞ്ഞു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നമുക്ക് സംഭവിക്കുന്ന ഏതെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അത് അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. ക്ഷമിച്ചാൽ നമുക്ക് കൂലി കിട്ടാൻ. രോഗം അങ്ങനെയാണ്, ദാരിദ്ര്യം അങ്ങനെയാണ്, ദാമ്പത്യ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അങ്ങനെയാണ്, മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു എഴുതി വെച്ചതാണതൊക്കെ. നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. നിങ്ങൾക്ക് കിട്ടിയതും കിട്ടാത്തതും അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. എന്തിനെന്നറിയോ? കിട്ടിയവർ മതിമറന്ന് ആഘോഷിക്കാതിരിക്കാനും കിട്ടാതെ പോയവർ സങ്കടപ്പെടാതിരിക്കാനും. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് വിഷമിക്കുന്നത്? അള്ളാഹു പോരെ നമുക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. പിന്നെ പറഞ്ഞു, എന്റെ വിഷമം നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ? യാക്കൂബ് നബിക്ക് വിഷമമുണ്ടായല്ലോ യൂസുഫ് നബി നഷ്ടമായപ്പോ. എന്റെ രണ്ട് കൈകളില്ലാത്ത എന്റെ നഷ്ടം. യാക്കൂബ് നബി അന്ന് റബ്ബിനോട് പറഞ്ഞ വചനം, അതാണ് ഞാൻ എന്റെ റബ്ബിനോട് പറയുന്നത്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടവും എന്റെ വിഷമവും ഞാൻ അല്ലാഹുവേ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. മനുഷ്യരോട് പറഞ്ഞാൽ എന്ത് നടക്കാനാണ്? മനുഷ്യർക്ക് എന്ത് ചെയ്തു തരാൻ കഴിയും?
ഉടമസ്ഥനായ അല്ലാഹുവല്ലേ ഇടപെടുന്നത്. അല്ലാഹുവേ, എൻ്റെ വിഷമം ഞാൻ നിന്നോട് പറയുന്നു റബ്ബേ. എന്നിട്ട് എൻ്റെ മുമ്പിൽ അദ്ദേഹം വലിയൊരു കാര്യം പറഞ്ഞു. സഹോദരാ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ 2 കൈയും കാലുമുള്ള മനുഷ്യരെ, 2 കണ്ണും കാതുമുള്ളവരെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു സാക്ഷി പറയാൻ വിളിക്കുമ്പോ, വായ നുണ പറയുമ്പോ കൈകാലുകളല്ലേ നാളെ സംസാരിക്കാൻ പോകുന്നത് അവർ ചെയ്ത തിന്മകളെക്കുറിച്ച്. നിങ്ങൾ കണ്ടോ, 2 കൈയും അശേഷമില്ലാത്ത ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്ത് തെറ്റ് ചെയ്യാനാണ്? എൻ്റെ കാലുകൊണ്ട് എന്ത് തെറ്റ് ചെയ്യാനാണ്? ഞാൻ എന്ത് തിന്മ ചെയ്യാനാണ്? അതുകൊണ്ട് എൻ്റെ 2 കൈയും അല്ലാഹു എടുത്തുകൊണ്ടുപോയതിൽ എൻ്റെ പാപങ്ങൾ വല്ലാണ്ട് കുറഞ്ഞു പോവുകയും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകളാൽ ചെയ്ത പാപങ്ങൾ ഒന്നുമില്ലാതെ രക്ഷപ്പെടാനെങ്കിലും അല്ലാഹു എന്നെ സഹായിച്ചു കാണണം. അതിനായിരിക്കണം അല്ലാഹു എന്നെ ഇങ്ങനെ പടച്ചുവിട്ടത് എന്ന്. യാ അല്ലാഹ്, ഈ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ക്ഷമയുടെ ഒരു പർവ്വതമാണ് എന്ന്. പാകിസ്ഥാൻ എന്ന് വന്നൊരു പാവം മനുഷ്യൻ, ആ മനുഷ്യന്റെ ചിന്തയാണത്. നമ്മൾ രോഗം വരുമ്പോൾ അല്ലാഹുവിനെ പഴിചാരുന്നു. 2 കൈയും 2 കാലും 2 കണ്ണും ശരീരവും ആരോഗ്യവും എല്ലാം അല്ലാഹു നമുക്ക് തന്നില്ലേ? പിന്നെ അതിന്റെ കൂടെ ഇല്ലായ്മ, ഇതില്ലാത്ത ലോകമാണോ ഇത്? മുതലാളിമാർക്ക് പരാതികളില്ലേ? ഉള്ള നിഅമത്തനുസരിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും നമ്മുടെ ഒരവയവവും നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്കെതിരായി സാക്ഷി പറയാത്ത വിധം രക്ഷപ്പെട്ട് കിട്ടാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.